മാധ്യമപ്രവർത്തന രംഗത്ത് നിന്നും സ്ഥാനാർത്ഥിയിലേക്ക് മാറിയ നൌഷാദ് വെംബ്ലി മത്സരിക്കുന്ന കൊക്കയാർ ഡിവിഷൻ ശ്രദ്ധേയമാകുന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിലെ കൊക്കയാർ ഡിവിഷനിലേക്ക് മുണ്ടക്കയം പ്രസ് ക്ലബ് സെക്രട്ടറി കൂടിയായ നൌഷാദ് വെംബ്ലിയാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 ടൈമായി LDFന്റെ കൈവശമുള്ള ഡിവിഷൻ തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയാണ് കോൺഗ്രസ് നേതൃത്വം പഞ്ചായത്തിലെ സീനിയർ നേതാവ് കൂടിയായ നൌഷാദിനെ രംഗത്ത് ഇറക്കിയിരിക്കുന്നത്. 28 വർഷക്കാലമായി മാധ്യമരംഗത്ത് സജീവമാണ് നൌഷാദ് വെംബ്ലി. മാധ്യമം ദിനപത്രത്തിന്റെ ലേഖകനായ നൌഷാദ് വെംബ്ലി കേരള കൗമുദി സപ്ലിമെന്റ് ദിനപത്രത്തിന്റെ ലേഖകനായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദേശീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ BR അംബേദ്കർ മാധ്യമ പുരസ്കാരം, ഡോക്ടർ സുകുമാർ അഴീക്കോട് മാധ്യമ പുരസ്കാരം നേടിയ നൌഷാദിനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിട്ടുണ്ട്. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള ജേർണലിസ്റ്റ് യൂണിയൻ വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും മാധ്യമരംഗത്ത് സജീവമാണ്. നമസ്കാരം. ഞാൻ അഴുത ബ്ലോക്ക് പഞ്ചായത്തിൽ കൊക്കയാർ ഡിവിഷനിലാണ് ജനവിധി തേടുന്നത്. 11 വാർഡുകളിലായി അഴുത ബ്ലോക്ക് പഞ്ചായത്തിലെ കൊക്കയാർ ഡിവിഷൻ 11 വാർഡുകളിലായി അത്യാവശ്യം 9000-ലധികം വോട്ടർമാരടങ്ങുന്ന മണ്ഡലത്തിലാണ് മത്സരിക്കാൻ പാർട്ടി എന്നെ നിയോഗിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ടൈമിൽ ഇടതുപക്ഷം വിജയിച്ച വാർഡാണിത്. അവിടെ തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അംഗം എന്ന നിലയിൽ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഞാനൊരു മാധ്യമപ്രവർത്തന നിലയിൽ കഴിഞ്ഞ 28 വർഷക്കാലം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. ഈ സമൂഹത്തിന് വേണ്ടി ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അധികാരികളുടെ കണ്ണു തുറപ്പിക്കുന്നതിനെല്ലാം മാധ്യമപ്രവർത്തന നിലയിൽ കഴിഞ്ഞ 28 വർഷത്തിനുള്ളിൽ ജനശ്രദ്ധ നേടിയ നിരവധി വാർത്തകൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ 28 വർഷക്കാലമായി കൊക്കയാർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് അംഗമായി 5 വർഷക്കാലം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ബാങ്കിന്റെ പ്രസിഡന്റായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനകൾ പ്രവർത്തിക്കുന്നത് എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇടതു വലത് രാഷ്ട്രീയ പാർട്ടികൾ എന്നോട് നിരവധി അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ സഹായിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ എന്റെ പരിധിയിൽപ്പെടുന്ന ഈ ബ്ലോക്ക് ഡിവിഷൻ കഴിഞ്ഞ 2 ടൈമായി ഇടതുപക്ഷം യാതൊരു വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയാതെ പിന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിലാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് എനിക്ക് അനുകൂലമായി മാറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധിയായി, ഐക്യ ജനാധിപത്യങ്ങളുടെ പ്രതിനിധിയായി ബ്ലോക്ക് പഞ്ചായത്തിനെ പ്രതികരിക്കാൻ കഴിയുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. കൊക്കയാർ സർവീസ് സഹകരണ ബാങ്കിൽ തുടർച്ചയായി 28 വർഷമായി ബോർഡ് അംഗവും 5 വർഷം ബാങ്ക് പ്രസിഡന്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. DCC മെമ്പർ, ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെയർമാൻ എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥിയായി ഇവിടെ അൻഷാദും, BJPയുടെ സ്ഥാനാർത്ഥിയായി സിജോയും, AAPയുടെ സ്ഥാനാർത്ഥിയായി ജോസഫ് എന്നിവരും മത്സര രംഗത്തുണ്ട്.